5-ാമത്തെ പേജിലെത്തി അല്ലേ? അവസാനത്തെ പ്രസംഗം എന്തായിരുന്നു? ഇവിടെ പറഞ്ഞു പോയത് എന്താ? ഗീതാദി മോക്ഷധർമ്മങ്ങളും സമാനമായ കാര്യമാണ് പറയുന്നത്. ഏവം പരത്വ എന്ന് പറഞ്ഞാല് ഐക്യജ്ഞാന പരത്വ. അതിനെ നമ്മൾ ടീക്കയിലൂടെ സമർത്ഥിച്ചു പോവുകയാണിനി. സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം വിനശ്യസ്സു അവിനശ്യന്തം യ പശ്യതി സ പശ്യതി. ഇതിന്റെ അർത്ഥം എന്താ? അവൻ സർവഭൂതങ്ങളിലും ബിംബസ്വരൂപനായിക്കൊണ്ട് പ്രതിഷ്ഠിതനായി. യ പശ്യതി സ പശ്യതി. ഇങ്ങനെ ആരാണ് മനസ്സിലാക്കുന്നത് അയാളാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. അത് തന്നെ. സമം സർവേഷു ഭൂതേഷു, സകല ഭൂതങ്ങളിലും സമനായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന പരമാത്മാവിനെ ആരാണ് അറിയുന്നത്? അവനാണ് വാസ്തവ വസ്തുവിനെ അറിയുന്നത് എന്ന് ഗീതയിലെ ശ്ലോകത്തെ ഈ ഉപനിഷത്ത് പ്രതിപാദിത വസ്തുവായിട്ട്, അതായത് ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്ന വസ്തുവിനെ തന്നെ ഗീതാദി മറ്റ് ശാസ്ത്രങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് എന്ത് കാണിച്ചതാ? സമാന സംവാദം കാണിച്ചതാണ്. ഇനി അടുത്തത് ബ്രഹ്മബിന്ദു ഉപനിഷത്തിന്റെ ഭാഗമാണിത്. ഏക ഏവ ഹി, ഏകഹ ഏവ, ഏവ എന്ന് പറഞ്ഞാൽ തന്നെ, ഏക ഏവ ഒരുത്തൻ തന്നെയാണ്. ആര്? ഭൂതങ്ങളുടെ ആത്മാ, ഭൂതങ്ങളുടെ സ്വരൂപം. അതായത് നാനാവിധത്തിലിരിക്കുന്ന ജീവന്മാർക്ക് ഒറ്റ സ്വരൂപമേ ഉള്ളൂ. ഔപാധികമായിട്ട് ജീവരൂപം പ്രാപിക്കുമ്പോൾ പോലും ഉപാധി ഒഴിവാക്കി കാണുകയാണെങ്കിൽ അവൻ ഏകനായിരിക്കുന്ന പരമാത്മാ മാത്രമായിരിക്കും. പക്ഷേ ഏകതാ ബഹുതാ ചെയ്വ, ഏകനായിട്ട് പോലും ഔപാധികമായിട്ട് ബഹുരൂപത്തിൽ അവൻ വ്യവസ്ഥിതനാവുന്നുണ്ട്. എപ്രകാരം? ജലത്തിലെ ചന്ദ്രൻ ജലമെന്നുള്ള ഉപാധി അനേകമായതുകൊണ്ട് ആ അനേക ഉപാധികളിലൂടെ പ്രതിബിംബിച്ച് ചന്ദ്രൻ അനേക ഭാവത്തിൽ ഇരിക്കുന്നത് പോലെ കാണാം. പോലെ എന്നേ ഉള്ളൂ, ചന്ദ്രൻ അനേകമാവത്തില്ല. ഇതേപോലെ എന്തും വരും? ഉപാധിയായിരിക്കുന്ന അന്ധകരണങ്ങളുടെ, അന്ധകരണം എന്ന് പറഞ്ഞാല് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇത് 3-4 ചേർത്ത് കഴിഞ്ഞാൽ അന്ധകരണം എന്ന് പറയും. ബഹിഷ്കരണങ്ങളാണ് ചക്ഷുരാദികൾ, പുറമേയുള്ള വിഷയത്തെ അറിയാൻ. ഓക്കെ. പിന്നെയോ ഇവയെല്ലാം നിയന്ത്രിച്ചും കൊണ്ടാണ് അന്ധകരണം, മനസ്സ് ഉള്ളിലിരിക്കുന്നത്. മനസ്സെന്ന് സാമാന്യമായിട്ട് പറയാം, അല്ലെങ്കിൽ 4ആക്കി അതിനെ ഒറ്റ നിലയിൽ കൊണ്ടുവന്നാൽ അന്ധകരണം എന്ന് പറയും. ഇങ്ങനെ അന്ധകരണത്തിന്റെ ഭേദത്തിൽ അന്ധകരണ അവച്ഛിന്നമായിക്കൊണ്ട് ഒരു പരമാത്മാവ് തന്നെ അനേക ജീവഭാവത്തിൽ വ്യവഹരിക്കുന്നുണ്ട്. ഈ അന്ധകരണങ്ങളുമായിട്ട് ആ പരമാത്മാവിന്റെ താദാത്മ്യം നടക്കുമ്പോഴാണ് ഓരോരുത്തരും ഞാൻ എന്ന് ജീവഭാവത്തിൽ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾക്ക് ഈ ശരീരം കിട്ടുന്നതിന് മുന്നെയും മറ്റേതോ ശരീരം ഉണ്ടായിരിക്കാം, സ്ഥൂല ശരീരം. ആ സ്ഥൂല ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കട്ടെ ലിംഗശരീരമാണ്. ലിംഗശരീരം എന്ന് പറഞ്ഞാല് 17 കലകളോട് കൂടിയത്. ജ്ഞാനേന്ദ്രിയം 5, കർമ്മേന്ദ്രിയം 5, 5 5 10, 5 പ്രാണൻ 15, ബുദ്ധിമനഹ, അതായത് അഹങ്കാരത്തെയും ചിത്തത്തെയും നമ്മൾ ബുദ്ധിയിലും മനസ്സിലും ഉൾപ്പെടുത്തിയിട്ട് ബുദ്ധിമനഹ എന്നേ പറയാറുള്ളൂ. ഇങ്ങനെ ആവുമ്പോൾ 17 കലകൾ. ഈ 17 കലകളിൽ ആര് പ്രതിബിംബിക്കും? ഈ 17 കലകളെ മൊത്തം എടുത്തും കൊണ്ടാണ് നമ്മൾ ലിംഗശരീരം എന്ന് പറയുന്നത്. ഈ ലിംഗശരീരത്തിൽ മുഖ്യമായിട്ടാണ് അന്ധക്കരണം ഇരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ ലിംഗശരീരത്തിൽ പ്രതിബിംബിക്കുന്നവൻ എന്നോ, ചില സ്ഥലത്ത് നമ്മൾ അന്ധക്കരണത്തിൽ പ്രതിബിംബിക്കുന്നവൻ എന്നോ പറയും. കാരണം എന്താ? ലിംഗശരീരത്തെ എടുക്കുമ്പോൾ അവിടെ ഒരു അന്ധക്കരണമുണ്ട്. ആ അന്ധക്കരണവുമായിട്ട് താദാത്മ്യം വന്നിരിക്കുന്ന, പ്രതിബിംബിച്ചിരിക്കുന്ന, ആഭാസഭാവത്തിലിരിക്കുന്ന ചേതനനാണ് ജീവൻ. ഈ ജീവനോടാണ് ശ്രുതിയും സ്മൃതികളും ഒക്കെ പറയുന്നത്, എടോ ജീവ, താൻ ഇവിടെ അധ്യസിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ജീവത്വം വന്നത്. നിന്റെ ഈ അധ്യാസം നഷ്ടപ്പെടണമെങ്കിൽ നിനക്ക് അധിഷ്ഠാനത്തിന്റെ സ്വരൂപജ്ഞാനം ഉണ്ടായിരിക്കണം. എന്നൊരു അധിഷ്ഠാന സ്വരൂപത്തിന്റെ ജ്ഞാനം ഉണ്ടായിരിക്കണം. കാരണം ഈ അധ്യാസത്തിന്റെ മൂല കാരണമാണ് അധിഷ്ഠാനത്തിന്റെ അജ്ഞാനം. അജ്ഞാനവും ജ്ഞാനവും തമ്മിൽ വിരോധമുള്ളതിനാല് ഈ അജ്ഞാനം നഷ്ടപ്പെടുത്താൻ അധിഷ്ഠാനത്തിന്റെ ജ്ഞാനം ആവശ്യമാണ്. അധിഷ്ഠാനം എന്നുള്ളത് ജീവനും ബ്രഹ്മവും കൂടിയിരിക്കുന്ന ഒറ്റ സ്വരൂപം മാത്രമാണത്. അതായത് ഞാൻ വേറെ, പരമാത്മ വേറെ എന്നൊരു ബോധമുണ്ട്. അതിനെയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ തന്നെയാണ് കേവല പരമാത്മാവ് എന്നുള്ള ഐക്യബോധം ഉണ്ടാകുന്നതോടുകൂടി ഐക്യ അജ്ഞാനം നഷ്ടപ്പെട്ട് കിട്ടിയാൽ
ഐക്യ അജ്ഞാനത്തിന്റെ കാര്യമായിരിക്കുന്ന ഈ അധ്യാസവും നഷ്ടപ്പെടും. ഇതാണ് പ്രക്രിയ. അതപ്പോൾ അന്ധകരണമായിട്ടുള്ള ഐക്യ അധ്യാസം കൊണ്ട് ജീവന്മാരെ നമ്മൾക്ക് അനേകമായിട്ട് കാണാം. ഏതുപോലെ? ദൃഷ്ടാന്തം പറ. ആകാശത്തിലെ ചന്ദ്രൻ ചന്ദ്രൻ ഘടകങ്ങളിലായി കാണപ്പെടുന്നപ്പോൾ. അല്ല, ചന്ദ്രൻ ജലത്തിലെ അനേക ജലങ്ങളിൽ അനേക ചന്ദ്രന്റെ പ്രതിബിംബം കാണുന്നത് പോലെ ദൃഷ്ടാന്തം അവിടെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്യാദി മോക്ഷധർമാണം ച ഐകാത്മ്യ പരത്വാദിത്യർത്ഥ. ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന മോക്ഷധർമ്മങ്ങൾ എന്ന് ഉദ്ദേശം എന്താണ്? മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന, ജ്ഞാനത്തെ ജനിപ്പിക്കുന്ന വാക്യങ്ങൾ. ജ്ഞാനത്തിൽ നിന്നാണ് കൈവല്യം. ആ കൈവല്യത്തിന്റെ കാരണമാണ് ജ്ഞാനം. ജ്ഞാനം ഉണ്ടാവുന്നതായിരിക്കട്ടെ വാക്യത്തിൽ നിന്നാണ്. ആ വാക്യങ്ങളെയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ മോക്ഷധർമ്മങ്ങൾ എന്ന് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന മോക്ഷധർമ്മങ്ങളായിരിക്കുന്ന വാക്യങ്ങൾക്ക് കിം പരത്വമസ്തി? പറ. കിം പരമാണ്? ഏതാണ് താല്പര്യം എന്നർത്ഥം? മോക്ഷധർമ്മങ്ങളുടെ താല്പര്യം എന്താ? മോക്ഷധർമ്മങ്ങളുടെ താല്പര്യം എന്താകുന്നു? ഐകാത്മ്യ ബോധം ജനിപ്പിക്കുക എന്നുള്ളത്. വാക്യങ്ങളാണ് മോക്ഷധർമ്മങ്ങൾ. വാക്യങ്ങൾ എന്തേ ചെയ്യത്തുള്ളൂ? ഏത് ബോധത്തെ ജനിപ്പിക്കും? ഐക്യബോധത്തെ. ഇവിടം വരെയാണ് ഇന്നലത്തെ ക്ലാസ് വന്ന് നിന്നത്. അന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ എന്താണ് ഗീതയില് അവിഭക്തം ച ഭൂതേഷു വിഭക്തം ഇവ ച സ്ഥിതം എന്നുള്ള ശ്ലോക വ്യാഖ്യാനം നടത്തുന്ന സമയത്ത്, അതായത് 13-ാം അധ്യായത്തിലെ 17-ാം ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നടത്തുന്ന സമയത്ത് ഭാഷ്യകാരൻ പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഏക ഏവഹി ഭൂതാത്മാ എന്നുള്ള ബ്രഹ്മബിന്ദു ഉപനിഷത്ത് പ്രസംഗത്തിലൂടെയാണ്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ശ്രുതിയും സ്മൃതിയും എല്ലാം ഒരേ കാര്യത്തെയാണ് പറയുന്നത്. അതായത് സ്മൃതിയെ വ്യാഖ്യാനം നടത്തുന്ന സമയത്താണ് ഭാഷ്യകാരൻ ശ്രുതിയെ എടുത്ത് വെച്ചിട്ട് വ്യാഖ്യാനം ചെയ്തത്. വിഭക്തമല്ലാതെ എവിടെ ഇരിക്കും? ഭൂതേഷു, ഓരോരോ ശരീരങ്ങളിലും അവിഭക്തമായിട്ടാണ് ഇരിക്കുന്നവർ. ബിംബരൂപത്തിൽ അവൻ അവിഭക്തനാണ്. ആ വിഭക്തനാണ്. വിഭാഗം നേരിടാതിരിക്കുകയാണ്. എന്നാൽ വിഭക്തമായിട്ടും ഇരിക്കും. വിഭക്തം ഇവച്ച സ്ഥിതം. വിഭക്തമായിട്ടും ഇരിക്കും. എപ്പോഴാണ് വിഭക്തനായിട്ടിരിക്കുന്നത്? അന്ധകരണം എന്ന ഉപാധിയുള്ള സമയത്ത്. അന്ധകരണം എന്ന ഉപാധി ഉള്ളപ്പോഴാണ് വിഭക്തനായിട്ടിരിക്കുന്നത് പോലെ തോന്നുന്നു. പ്രളയകാലത്ത് അന്ധകരണോപാധി അവിടെ തന്നെ നിൽക്കും, പക്ഷെ വിഭക്തമായിട്ടിരിക്കത്തില്ല. അപ്പോഴും വിഭക്തമൊക്കെ പറയാം, പക്ഷെ കുറച്ചുകൂടി നിങ്ങളെ ഈ ഉത്തരത്തിൽ നിന്ന് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റിയത്. അന്ധകരണ ഉപാധിയിൽ താതാത്മ്യം നേരിടുന്നത് കൊണ്ട്, അതായത് എന്തുകൊണ്ട് എങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞാലേ, ജാഗ്രത സ്വപ്നങ്ങളിൽ മാത്രമേ ജീവത്വമുള്ളൂ, സുഷുപ്തി സ്ഥലത്ത് ജീവത്വമില്ല. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ശാസ്ത്രത്തിൽ പ്രശ്നവും പരിവട്ടമൊക്കെ ഉണ്ട്. സുഷുപ്തി സ്ഥലത്ത് ജീവൻ ഏകനായിരിക്കുന്ന പരമാത്മ സ്വരൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവിടെ ജീവത്വം ജീവനിരിക്കും. അതെങ്ങനെ ജീവത്വമില്ലാതെ ജീവൻ ഇരിക്കുന്നത്? ചേതന സ്വരൂപം നഷ്ടപ്പെടത്തില്ല, പക്ഷെ ആ ചേതനന് സുഖദുഃഖങ്ങളായിരിക്കുന്ന സാംസാരിക ബന്ധമില്ലാത്തത് കൊണ്ട് അവന് ജീവൻ എന്ന് പറയാൻ പറ്റത്തില്ല ആ സമയത്ത്. അതുകൊണ്ടാണ് സുഷുപ്തി എന്നുള്ള ദൃഷ്ടാന്തത്തിലൂടെ കേവല ബ്രഹ്മചൈതന്യത്തെ ബോധിപ്പിക്കുന്നത് ശ്രുതിയും. എന്ന് കരുതിയിട്ട് ആരും ഇത് കരുതണ്ട അവിടെ ആ സമയത്ത് അവിദ്യയില്ല. അതായത് ടോപ്പ് ഓർഡറിൽ ഇരിക്കുന്ന ആചാര്യന്മാർ പോലും ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയയാണ് ഈ സ്ഥലം. ഇവിടെ ക്ലാരിഫൈ ചെയ്യാൻ പലർക്കും പറ്റാറില്ല. ഇവിടെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും അവരുടെ പ്രശ്നവും പരിവട്ടവും നേരിടുന്നവരായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ ഇതെങ്ങനെയാ പങ്ക്തി പോകുന്നത്. ഇനി ടീക മുന്നേറാണ്. ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. യതി ഏതാദൃശം ആത്മതത്വം. അല്ല, നമുക്ക് കുറച്ചുകൂടി അതിനെപ്പറ്റി പറയാം. ഏത്? വിഭക്തം ഇവച സ്ഥിതം ഭൂതഭർത്തൃച്ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. ഭൂതങ്ങളുടെ ഭരണേ ധാരണം നടത്തുന്നവനാണ്, ധരിക്കുന്നവനാണ് എന്ന് അവനെ മനസ്സിലാക്കണം. ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച, അവൻ തന്നെയാണ് പ്രളയകാലത്ത് സകല ജീവജടങ്ങളെ തന്നിലേക്ക്, തന്റെ മായാശക്തിയിലേക്ക് മാറ്റുന്നതും സൃഷ്ടികാലത്ത് ആ മായയിൽ നിന്ന് വിഭക്തങ്ങളായിക്കൊണ്ട് നാമരൂപങ്ങൾ അവിഭക്തങ്ങളാക്കി വിടുകയാണ്. അതായത് പ്രളയകാലത്തും
നാമവും രൂപവും നിലനിൽക്കും. ജഗത്തിന്റെ സ്വരൂപമാണ് ഈ നാമവും രൂപവും. അപ്പൊ ജഗത്ത് നിലനിൽക്കത്തില്ല എന്നല്ല, പ്രളയകാലത്തും ജഗത്തുണ്ട്, നാമരൂപാത്മകമായിരിക്കുന്ന ജഗത്തുണ്ടായിരിക്കും. പക്ഷെ അത് എന്തല്ല, അഭിവ്യക്തമായിട്ടില്ല, വ്യക്തമായിട്ടില്ല. പിന്നെയോ അനഭിവ്യക്ത നാമരൂപങ്ങളായിട്ടാണ് ഇരിക്കുക. പ്രളയകാലത്ത് അനഭിവ്യക്ത നാമരൂപ അവസ്ഥയിൽ നിന്ന് സൃഷ്ടികാലത്ത് അഭിവ്യക്ത നാമരൂപാവസ്ഥയിലേക്ക് കയറി വരുന്നതേ ഉള്ളൂ. ഇനി ടീക്ക, യദി ഏതാദൃശ്യം ആത്മതത്വം തർഹി നിരധികാരിത്വാത് കർമ്മകാണ്ഡം ഉച്ഛിദ്യേത ഇത്യപി ന ആശങ്കനീയമിത്യാഹ. യദി ഏതാദൃശ്യം ആത്മതത്വം, ആത്മതത്വം ഇങ്ങനെയാണെങ്കിൽ, എങ്ങനെയാണെങ്കിൽ 5-6 ക്ലാസ് മുന്നേ പറഞ്ഞേ, ശുദ്ധത്വ, അഭാവവിദ്യത്വ, ഏകത്വ, നിത്യത്വ, അശരീരത്വ, സർവഗതത്വാദി, ഇങ്ങനെയാണ് ആത്മതത്വം എങ്കിൽ 2 വസ്തു ഉണ്ടായിരിക്കോ? ഇല്ല. യതി പ്രകാരമാണെങ്കിൽ ഏതാദൃശ്യം ആത്മതത്വം, യതി വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് തർഹി എന്ന് കാണാം. തർഹി അങ്ങനെയാണെങ്കിൽ ഇപ്രകാരമാണ് ആത്മാവിന്റെ സ്വരൂപമെങ്കിൽ എന്താണ് കുഴപ്പം? നിരധികാരിത്വാത്, അധികാരി ആരാ ശരിക്ക്? കാമിയായിരിക്കുന്ന പുരുഷൻ ആണ് അധികാരി. അതായത് യാഗസ്ഥലത്ത് യജമാനനാണ് അവിടെ അധികാരിയായിട്ടിരിക്കുന്നതെങ്കിലും യജമാന പത്നിക്കും ഋത്വിക്കിനും എല്ലാവർക്കും അവരവരുടേതായിരിക്കുന്ന ഫലം ആ യാഗത്തിൽ നിന്ന് സമ്പന്നമാണ്. അല്ലാതെ യജമാനന് മാത്രമല്ല ഫലം. ചില ഫലങ്ങള് ഋത്വിക്കിന് മാത്രമായിട്ടും വരും, അങ്ങനെയുണ്ട്. നിരധികാരിത്വാത്, അധികാരി ആരും ഇല്ലാതിരിക്കുമ്പോൾ എവിടെ? കർമ്മത്തിന്. തർഹി നിരധികാരിത്വാത് കർമ്മകാണ്ഡം ഉച്ഛിദ്യേത. കർമ്മകാണ്ഡത്തിന് അധികാരി ആയിട്ട് ആരും ഇരിക്കുന്നില്ല. കർമ്മകാണ്ഡത്തിന്റെ അധികാരി ആരാ? ജീവൻ. ഇവിടെ ഇപ്പോൾ ജീവന്റെ സ്വരൂപം എന്തായി? ബ്രഹ്മസ്വരൂപമായി. ബ്രഹ്മം കർമ്മത്തിന് അധികാരിയാണോ? അല്ല. ബ്രഹ്മത്തിൽ ഭിന്നമായിട്ട് നിങ്ങൾക്കൊരു ജീവൻ സിദ്ധമാണോ? അതുമല്ല. അങ്ങനെയാകുമ്പോൾ കർമ്മകാണ്ഡത്തിൽ ആരാ അധികാരി? ആരുമില്ല. അങ്ങനെയാണെങ്കിൽ പ്രാമാണ്യം ഉച്ഛിദ്യേത, നിരധികാരിത്വ കർമ്മകാണ്ഡം ഉച്ഛിദ്യേത എന്നുള്ളത് കർമ്മകാണ്ഡം നഷ്ടപ്പെട്ടു പോകുമല്ലോ, കർമ്മകാണ്ഡത്തിന്റെ പ്രാമാണ്യം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് പൂർവപക്ഷിയുടെ ആശങ്കയാണ്. ഇവിടെ കർമ്മം ചെയ്യാനായിട്ട് ഒരു അധികാരിയെ ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു അധികാരി, കർമ്മി, അജ്ഞാനി വാസ്തവത്തിലില്ല. ഉള്ളത് ഏകനായിരിക്കുന്ന പരമാത്മാവ് മാത്രമാണ്. ഏകനായിരിക്കുന്ന പരമാത്മാവാണ് വാസ്തവമെങ്കിൽ അനേകമായിരിക്കുന്ന ജീവന്മാർ നിലനിൽക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ കർമ്മകാണ്ഡം ചെയ്യാനായിട്ട് ഒരു കർമ്മിയായിരിക്കുന്ന ഒരു ജീവൻ നിലനിൽക്കാതെ പോകുമ്പോൾ കർമ്മകാണ്ഡം ആര് നടത്തും? അപ്പോൾ കർമ്മകാണ്ഡത്തിന് ഉച്ഛേദം, നാശം നേരിടുമല്ലോ. കർമ്മകാണ്ഡം പ്രസിദ്ധമാവാതെ പോകുമല്ലോ. കർമ്മകാണ്ഡം അപ്രാമാണ്യമായി പോകുമല്ലോ. ഇതൊക്കെയാണ് ആശങ്ക. എന്നുള്ള ആശങ്ക ചെയ്യേണ്ട എന്നാ പറയുന്നത്. പിന്നെ ആശങ്കനീയം, ഈ ഒരു ആശങ്ക ചെയ്യേണ്ട ആവശ്യവുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? പ്രാമാണികമായിട്ട് വാസ്തവത്തിൽ ഏകനായിരിക്കുന്ന പരമാത്മാവാണെങ്കിലും അവിദ്യയെ ഉൾക്കൊണ്ടും കൊണ്ട് അനേകന്മാരായിരിക്കുന്ന ജീവന്മാരെയും ശാസ്ത്രത്തിൽ മാനിക്കുന്നുണ്ട്. ആ കൽപ്പിതമായിരിക്കുന്ന ജീവന്മാരുടെ കാമനകൾക്കനുസരിച്ച് വേദം കർമ്മത്തെ വിധാനം നടത്തിയതാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇനി ദ്വൈതത്തെ മാനിക്കത്തേ ഇല്ല എന്ന് വേദാന്തിക്ക് അങ്ങനത്തെ ഒരു കടുംപിടുത്തമില്ല. മനസ്സിലായോ? പാരമാർത്ഥികമായിട്ട് ഏകം, വ്യാവഹാരികമായിട്ട് അനേകം എന്ന് കരുതിയിട്ട് വ്യാവഹാരികമായിട്ട് അനേകം ഉള്ളത് കൊണ്ട് ഇത് സത്യമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. വ്യാവഹാരികം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ വ്യാവഹാരികം എന്ന് പറയുന്നു. അതായത് ഈ വ്യാവഹാരിക ജഗത്തിനെ തന്നെ ഒരു കണക്കിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകജീവവാദത്തിന്റെ ചർച്ച വരുന്നാല് അവിടെ ഈ ജഗത്തിനെ പോലും പ്രാതിഭാസികമായിക്കളെ. ഇങ്ങനത്തെ പ്രശ്നവും പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾക്ക് ഇപ്പോഴേ ജഗത്ത് ഇല്ല എന്ന് പറയുമ്പോൾ പോലും അങ്ങനെയൊന്നും ഇല്ലാത്ത അല്ല എന്നാണ് തോന്നാറ്. എനിക്ക് തോന്നുന്നത് ഈ എവിടെയാണ് കഥ? ഏകദേശം പറഞ്ഞു തരട്ടോ, മൊത്തം അങ്ങനെയാണെന്നല്ല, എന്നാലും അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും.
യോഗവാസിഷ്ടത്തിലുള്ള പ്രസംഗമാണത്. അവിടെ ഒരാള് മരിച്ചിട്ട് 2 മറ്റോ വർഷം, പക്ഷെ അങ്ങനെ പുനർജനിച്ചിട്ട് 8 10 വർഷമായി. ഇത് സംഭവിക്കുമോ? മരിക്കുന്നതിന് മുന്നേ ഒരാൾക്ക് പുനർജനിക്കാൻ പറ്റുമോ? അത് നമുക്കറിയാൻ പാടില്ല. നമ്മളിനി അങ്ങനെയാണോ ജനിച്ചതെന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിട്ടാണ് അത്രയും സംസാരിക്കാൻ തുടങ്ങിയത്. സ്വാമി, മായയില് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? മായയ്ക്ക് ഒരു യുക്തി ഉണ്ടാവില്ലല്ലോ. മായയ്ക്ക് ഒരു നടപടി വെക്കില്ലേ? പറഞ്ഞോ. സംഭവിക്കാൻ പാടില്ലാത്തതാണ്. സംഭവിക്കാൻ പാടില്ലാത്തതാണ്, അങ്ങനെ പറയാം. ടീക്ക്. അതായത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ തെറ്റ് കണ്ടെത്തണം. എന്താണ് ഇങ്ങനെ വരാൻ കാരണം എന്നുള്ളത്. ഇതൊരിക്കലും നടക്കാൻ പാടില്ല. നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് കടലിലെ നടുക്കൊരു മരം, മരത്തിന്റെ പൊക്കത്ത് ഒരു മല, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്വപ്നം കണ്ടേക്കാം. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നീ എന്ത് വിവരക്കടാടോ സ്വപ്നത്തിൽ കാണുന്നത്, ഇങ്ങനെ സംഭവിക്കുമോ? അവനോട് എന്ത് പറയും? ഇത് സ്വപ്നമൊന്നല്ല ഞാൻ കാണുന്നത്, നീ കാണുന്നില്ലതാ ആ കടലിലല്ലേ മല നിൽക്കുന്നത്, ആ മരത്തിന്റെ പൊക്കത്തല്ലേ മലയുള്ളത് എന്ന് അവനെയും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കും, അല്ലേ? തിരിച്ചു വന്നാലോ? കടലും ഇല്ല, മലയില്ല, മരവും ഇല്ല, ഒന്നുമില്ല. ഇതേപോലെ സ്വപ്നത്തില് ഒരാനയെ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഒന്ന് പറഞ്ഞു, അത് ആനയല്ല, നീ നോക്കുക, അങ്ങക്ക് മനസ്സിലായി അത് ആനയല്ല. അപ്പോൾ സ്വപ്നത്തിൽ കണ്ട ആനയാണോ ആനയുടെ അഭാവമാണോ വാസ്തവം? ആനയല്ല വാസ്തവം, ആനയുടെ അഭാവം. പറ. സ്വപ്നമേ സ്വപ്നത്തിൽ വാസ്തവം. കണ്ട ആനയാണോ വാസ്തവം, സ്വപ്നത്തിൽ കണ്ട ആനയുടെ അഭാവമാണോ വാസ്തവം? നമ്മുടെ സ്വന്തം റൂമിന്റെ ഉള്ളിൽ ഇട്ടിക്ക, നിങ്ങളുടെ മുറിയിൽ ഒരു ആനയെ കാണുകയാണ് നിങ്ങൾ സ്വപ്നത്തിൽ. പിന്നെ മനസ്സിലായി, അത് ഇതെന്തല്ല, ആനയല്ല എന്ന് മനസ്സിലായി. അന്നപ്പോൾ ഈ ആന റൂമിൽ ഇല്ല എന്നുള്ള സ്വപ്നമാണോ ശരി, ആന റൂമിൽ ഉണ്ട് എന്നുള്ള സ്വപ്നമാണോ ശരി? സ്വാമിജി, ശരിയല്ലേ? സ്വപ്നം മാത്രമാണ്. അതില് വാസ്തവമില്ല എന്നുള്ളത് ഉണർന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ആനയില്ല എന്നുള്ളതായിരുന്നു വാസ്തവം, അല്ലേ? 100% സ്വപ്നത്തിലല്ലേ? മനസ്സിലായിട്ടുണ്ടോ? സ്വപ്നത്തിൽ നിങ്ങൾ കണ്ട ആനയുടെ അഭാവമാണോ വാസ്തവം, സ്വപ്നത്തിൽ നിങ്ങൾ കണ്ട ആനയാണോ വാസ്തവം? സ്വപ്നം തന്നെ വാസ്തവല്ലല്ലോ. അല്ലപ്പോൾ സ്വപ്നത്തിലെ ആനയുടെ അഭാവമായിരുന്നു വാസ്തവം. അതെ. അല്ല, നിങ്ങൾക്ക് ഇപ്പോഴും ചോദ്യം പിടിയിട്ടിട്ടില്ല. ചോദ്യത്തിലും പ്രശ്നമുണ്ട്. സ്വപ്നം മൊത്തത്തിൽ കൽപ്പിതമാണ്. അവിടെ ആനയെ കണ്ടാലും ആനയുടെ അഭാവത്തെ കണ്ടാലും എല്ലാം കൽപ്പിതമാണ്. അതെ, അങ്ങനെ മനസ്സിലാക്കി. ഈ ചെറിയ ഇവിടെ ഇരിക്കുന്ന ചോദ്യങ്ങൾക്ക് വെയിറ്റ് ഉണ്ട്, അതിനനുസരിച്ച് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ വെറുതെ തട്ടിയാൽ സംഭവം മനസ്സിലാവത്തില്ല. ഏതെങ്കിലും ഒരു ഉത്തരം കൊണ്ട് ഇതിന് കവർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളെ കൈലാശാശ്രമത്തിലെ പുതിയ ആൾക്കാരൊക്കെ പിറകിൽ വന്നിട്ട് തുരിതര ഉത്തരം കൊടുത്തു കളയും. സ്വാമി അത് എടുക്കത്തില്ല. എന്തുകൊണ്ടാണോ? അവർക്ക് പ്രസംഗം പോലും മനസ്സിലായിട്ടുണ്ടാകത്തില്ല. ചോദ്യത്തിനെ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം കൊടുക്കാൻ. എല്ലാവരും അങ്ങനെ കയറി വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചോദ്യം മനസ്സിലാക്കണം, എവിടെയാണ് ഇവർ നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കയ്യിലുള്ള ഉത്തരം ഇട്ടോളണം, പിന്നെ അത് റിഫൈൻ ചെയ്ത് കൊണ്ടുപോകത്തുള്ളൂ നമ്മൾ. ഓക്കെ. അപ്പോൾ ഈ സ്വപ്നം മൊത്തം പ്രാതിഭാസികമാണ്. പ്രാതിഭാസികമായതുകൊണ്ട് വ്യാവഹാരിക കാലത്തേക്ക് വന്നാൽ എല്ലാം ബാധിക്കപ്പെടും. അപ്പൊ സ്വപ്നത്തിലെ ആനയും ബാധിക്കപ്പെടും, ആനയുടെ അഭാവം ബാധിക്കപ്പെടും. മനസ്സിലായോ? ഞാൻ എന്റെ റൂമിൽ ആനയുടെ അഭാവത്തെ കണ്ടതുപോലെ ഞാൻ സ്വപ്നത്തിലായിരുന്നു അത് കണ്ടത്. ആയതിനാൽ അതും ബാധിക്കപ്പെടുന്നുണ്ട്. കാരണം അത് സ്വപ്നം മാത്രമായിരുന്നു, യഥാർത്ഥ ജ്ഞാനമല്ല, പ്രമാണജന്യ ജ്ഞാനമല്ലത്. അതുകൊണ്ടാണ് ബാധിക്കപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇതിൽ ഏതാ ശരി? ഒന്നും ശരിയല്ല. ഇതേപോലെ തന്നെയാണ് ജഗത്തിന്റെ കാര്യത്തിലും. ഇവിടെ ഒരു വ്യവസ്ഥയില്ല. നമ്മൾ കരുതുന്നത് 2 വർഷം മുന്നേ മരിച്ച ആളിനി പുനർജനിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് എന്ന്. ഇനി ആരാ ഇവിടെ മരിച്ചത്, ആരാ പുനർജനിക്കാൻ പോകുന്നത്? ഇപ്പം പിടി കിട്ടുന്നുണ്ടോ? ഇവിടെ ആരും മരിച്ചിട്ടുമില്ല, ഇവിടെ ആരും പുനർജനിക്കാനും പോകുന്നില്ല. അത് ഒന്ന് പറഞ്ഞോട്ടെ സ്വാമിജി. അത് ആരും കണ്ടതുമില്ല, അതാരും മനസ്സിലാക്കി ശരിക്ക് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അല്ല. ഇതായത് നമ്മൾ ഒരു കയറിൽ സർപ്പത്തെ കാണുന്ന സമയത്ത് വ്യക്തി മാത്രമാണ് ആ സർപ്പത്തെ കാണുന്നത്. ഞാൻ കാണുന്ന സർപ്പത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ 10 പേര് ഒരേ
കണ്ടിരിക്കുകയാണ്. കയറിനെ കാണുക എന്നുള്ളത് നമ്മൾക്ക് 10 പേർക്ക് സമാനമാണ്. പക്ഷെ കയറിൽ കാണുന്ന സർപ്പം നമ്മൾക്ക് 10 പേർക്കും ഭിന്ന ഭിന്നമാണ്. എന്നിട്ട് നമ്മൾ എന്താ പറയാ, നീ കണ്ട സർപ്പത്തെ തന്നെ ഞാൻ കണ്ടു അവിടെ എന്നാ. പക്ഷെ അങ്ങനെയല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും സർപ്പം അവിടെ ഭിന്ന ഭിന്നമാണ്. ഭിന്നമാണ്. ഓരോരുത്തരുടെയും സർപ്പജ്ഞാനം ഭിന്ന ഭിന്നമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നിജസ്വരൂപം ഈ ലോകത്തിനും ഇല്ല. കാരണം ഏകജീവവാദത്തിനനുസരിച്ച് ഓരോരോ ജീവന്റെ കൽപ്പന മാത്രമാണ് ഈ കാണുന്ന ലോകം. ഞാൻ എന്റെ ലോകത്ത് നിങ്ങളെ സൃഷ്ടിച്ചിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത് പോലും എന്റെ വിവരക്കേട് മാത്രമാണ്. ഇത്രയും വലിയ ലോകമാണിത്. എങ്ങനെ പറയാം, ഞാൻ കൽപ്പിച്ചു വെച്ചിരിക്കുന്നതാണിത്. സ്വാമി, അപ്പൊ അങ്ങനെ ചിലർ പറയത്തില്ലേ എന്റെ പൂർവ്വജന്മം ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുന്നത് വെറും തള്ളാണോ? അയ്യോ അയ്യോ അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ഇവിടെ നിങ്ങൾ ഇതിന്റെ സെൻസ് പിടിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ വ്യാവഹാരികമായിരിക്കുന്ന ഒരു സത്ത എടുത്തിട്ടല്ല നാം സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വ്യാവഹാരികം എന്ന് തോന്നുന്നത് പോലും ഒരു കൽപ്പനയാണെന്നാ പറഞ്ഞു വെക്കുന്നത്. ഇപ്പം പിടി കിട്ടുന്നുണ്ടോ? യതി ഏതാദൃശം ആത്മതത്വം തർഹി ന ആശങ്കനീയം. കർമ്മകാണ്ഡത്തിന്റെ ഉച്ഛേദം വരും എന്ന് ആശങ്ക ചെയ്യണ്ട. ഇങ്ങനെ ഒരു രീതിയിൽ ഉത്തരം കൊടുക്കുന്നത് നമ്മൾ വ്യാവഹാരികമായിരിക്കുന്ന ഭേദത്തെ സ്വീകരിച്ചുകൊണ്ട് ഉത്തരം കൊടുക്കുകയാണ്. എന്നപ്പോൾ വേദാന്തി 2 സ്റ്റെപ്പും വെക്കും. കുറച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം നിങ്ങൾക്ക്, ജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മകാണ്ഡ അപ്രമാണം തന്നെയാണ്. ആര് പറഞ്ഞ പ്രമാണമാണെന്ന്? അപ്പൊ പിന്നെന്താ നിങ്ങൾ ഇപ്പൊ ഈ സംസാരിക്കുന്നത് പ്രമാണമാക്കി തരാൻ? അത് മന്ദബുദ്ധി പ്രസംഗമാണ്. മനസ്സിലാവാത്ത, അതായത് ജഗത്തിനെ കണ്ടിട്ട് ജഗത്തിന്റെ വ്യാവഹാരികതയിൽ പാരമാർത്ഥികത കൽപ്പിച്ചിട്ട് വ്യവസ്ഥയുണ്ട് എന്ന് മാനിക്കുന്നവനോട് ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വേദാന്തം പലരിടത്തും പല രീതിയിലാണ് സംസാരിക്കുക. ആളെ കണ്ട് ആളെയും നിലപാടൊക്കെ നോക്കിയിട്ടൊക്കെ സംസാരിക്കാൻ പാടില്ലെന്ന് പറയത്തില്ലേ? ഇത് വേദാന്തവും ചെയ്യും. എല്ലാവർക്കും ഒറ്റ മെഡിസിൻ ഇല്ല ഇവിടെ, പലർക്കും പലതായിട്ടാണ് കൊടുക്കുക. ഇനി നിങ്ങൾ ഇതിന്റെ ഭാഷ്യം കണ്ടോ? 5-ാം പേജിൽ 1-ാമത്തെ പങ്ക്തിയാണ് ഭാഷ്യം. തസ്മാത് ആത്മനോ അനേകത്വ കർത്തൃത്വ ഭോക്തൃത്വാദിച്ച അശുദ്ധത്വ അപാപവിദ്ധത്വാദിച്ച അശുദ്ധത്വ പാപവിദ്ധത്വാദിച്ച ഉപാദായ ലോകബുദ്ധിസിദ്ധം കർമാണി വിഹിതാനി. ലോകബുദ്ധിക്ക് അനുസരിച്ച് സിദ്ധമായിരിക്കുന്ന കർമ്മങ്ങളെ വിധാനം നടത്തിയിരിക്കുകയാണ് കർമ്മകാണ്ഡം. അതെങ്ങനെ? തസ്മാത്, അതുകൊണ്ട്, അതായത് ലോകവ്യവഹാരത്തിൽ അവിദ്യ മാനിച്ച് ഭേദവ്യവഹാരം നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആത്മനോ അനേകത്വം, ആത്മാവിന്റെ അനേകത്വം നമ്മൾ മാനിക്കുന്നുണ്ട്. എങ്ങനെ? ആവിദ്യകം. അതായത് ഏകനായിരിക്കുന്ന ആത്മാവ് മാത്രമാണ്. ഇവിടെ അവിദ്യ കാര്യമേ നടക്കത്തില്ല എങ്കിൽ ഗുരുവില്ല, ശിഷ്യനുമില്ല. അപ്പൊ ഗുരു ശിഷ്യനെ മാനിക്കുന്നുണ്ടോ? ശിഷ്യൻ അജ്ഞാനിയായതുകൊണ്ട് ഗുരു അവനെ മാനിച്ച് കാര്യങ്ങൾ പറയുന്നത് മാത്രം. നിങ്ങൾക്ക് എന്താണ് ദശശ്ലോകിയിൽ കാണാം, ഗുരുവില്ല ശിഷ്യനുമില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ആവിദ്യകമായിരിക്കുന്ന ഗുരു ശിഷ്യന്മാരെ കൽപ്പിച്ചിട്ട് ശാസ്ത്രം പറഞ്ഞു തുടങ്ങുകയാണ്. ആത്മനോ, ആത്മാവിന്റെ അനേകത്വം, കൽപ്പിതമായിരിക്കുന്ന അനേകത്വം. കർത്തൃത്വം, കൽപ്പിതമായിരിക്കുന്ന കർത്തൃത്വം. അഹം കർത്ത അഹം ഭോക്ത എന്ന് ജീവൻ മാനിക്കുന്നുണ്ട്. അതിനെ സ്വീകരിച്ചിട്ട് കർമ്മത്തെ വിധാനം നടത്തുകയാണ്. സ്വീകരിച്ചിട്ട് എന്ന് പറഞ്ഞാല് പാരമാർത്ഥികമായിട്ടില്ലെങ്കിലും ആവിദ്യകമായിരിക്കുന്ന അവിദ്യയിൽ നിന്നുണ്ടാവുന്നതിനെയാണ് നമ്മൾ ആവിദ്യം എന്ന് പറയുന്നത്. അപ്പൊ അവിദ്യ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരു ജീവൻ ഞാൻ കർത്താവാണ് ഭോക്താവാണെന്ന് മാനിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആവിദ്യകമായിരിക്കുന്ന കർത്തൃത്വ ഭോക്തൃത്വാദികളെ സ്വീകരിച്ചും കൊണ്ട് അനേകത്വ കർത്തൃത്വ ഭോക്തൃത്വാദിച്ച ഉപാദായയായിട്ട് അന്വേഷിച്ചാൽ മതി. സ്വീകരിച്ചും കൊണ്ട് അശുദ്ധത്വ പാപവിദ്ധത്വാദിച്ച ഉപാദായ. ജീവൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനാണെങ്കിൽ പോലും അനാദി സംബന്ധം കൊണ്ട്, അതായത് അന്ധക്കരണമായിട്ടുള്ള അനാദി സംബന്ധം കൊണ്ട് അവനിൽ അശുദ്ധത്വം കൽപ്പിക്കുന്നുണ്ട്. അശുദ്ധത്വം വാസ്തവത്തിൽ എവിടെയാ? കർമ്മങ്ങളിൽ നിന്നും ചിന്തനത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്ന അശുദ്ധി അന്ധക്കരണത്തിനാണ്. ആ അന്ധക്കരണമായിട്ട് താദാത്മ്യം ജീവൻ ഉള്ളത് കൊണ്ട് ജീവൻ അശുദ്ധനായി. അവന്റെ പാപം കൊണ്ട് ചെയ്തിരിക്കുന്ന കർമ്മം പാപരൂപമായാൽ ആ പാപം ഇരിക്കുന്നത് അന്ധക്കരണത്തിലാണ്. അപ്പോൾ അന്ധക്കരണ സംബന്ധിയായിരിക്കുന്ന ജീവനില് പാപസംബന്ധം നേരിടും. കാരണം അന്ധക്കരണവും ചേതനവും തമ്മിൽ താദാത്മ്യത്തിലായിരിക്കുന്നത്. താദാത്മ്യത്തിലിരിക്കുമ്പോൾ ഒന്നിലെ ധർമ്മം മറ്റൊന്നിലേക്കും പോകും. പാപവിദ്ധത്വാദി, പാപേന വിദ്ധ, പാപയുക്ത എന്നർത്ഥം. പാപകർമ്മത്തിൽ നിന്ന് പാപ സംബന്ധം നേരിട്ടിരിക്കുകയാണ്. ഇതെല്ലാം സ്വീകരിച്ചും കൊണ്ട് ഉപാദായ ലോകബുദ്ധിസിദ്ധം, ലോകബുദ്ധിസിദ്ധം
കർത്തൃത്വാദി പാപവിദ്ധത്വാദി ച ഉപാദായ നന്ദിക്ക്. ലോകബുദ്ധിക്ക് അനുസരിച്ച് ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, ഞാൻ പാപിയാണ്, ഞാൻ പുണ്യവാനാണ് എന്നൊക്കെയാണ് അഭിപ്രായം. അതിനെ സ്വീകരിച്ചും കൊണ്ട് കർമാണി വിഹിതാനി. എവിടെ? വേദത്തിൽ കർമ്മങ്ങൾ വിധാനം നടത്തിയത് ലോകബുദ്ധിക്ക് അനുസരിച്ചാകുന്നു. കാരണം ലോകർ, അജ്ഞാനികൾ തന്നെ തന്നെ കർമ്മിയാണെന്നും ഞാൻ ഇതിന്റെ ഫലം ഭുജിക്കുമെന്നും എല്ലാം അഭിമാനിച്ച് ജീവിക്കുന്നുണ്ട്. അവനെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയാണ് കർമ്മകാണ്ഡ വാക്യങ്ങൾ എഴുതുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇനിയും പാപകർമ്മങ്ങളിലേക്ക് പോകും. അത് ഒഴിവാക്കാനാണ് ശാസ്ത്രം പുണ്യകർമ്മം ചെയ്യിപ്പിക്കായിട്ട് പുണ്യകർമ്മ സമ്പാദനത്തിന് കർമ്മങ്ങൾ വിധാനം ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. ഇതെപ്പോഴാ സംഭവിക്കുന്നത്? കർത്തൃത്വാദികളെ സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കർമ്മവിധാനം ചെയ്യാൻ പറ്റുന്നത്. ആ കർത്തൃത്വാദികൾ സ്വീകരിക്കുന്നത് പോലും അവിദ്യാസംബന്ധം ചേതൻ ഉള്ളത് കൊണ്ട് മാത്രം. ഇത്രയും ഭാഗത്തിന്റെ ടീകാ വ്യാഖ്യാനം നോക്കി നിങ്ങൾ 6ാമത്തെ പേജിൽ. ഔപനിഷദ് ആത്മയാഥാത്മ്യ വിജ്ഞാനവതഃ ഇഷ്യതേ ഏവ കർമ്മകാണ്ഡ അപ്രാമാണ്യം. നിങ്ങൾക്ക് ഇതുവരെ എന്താ പറഞ്ഞത്? കർമ്മകാണ്ഡം പ്രമാണമാണ് എന്നാ പറഞ്ഞു നിർത്തിയത് അല്ലേ? അതെന്തുകൊണ്ടാ? കർത്തൃത്വ ഭോക്തൃത്വാദികളെ സ്വീകരിച്ചും കൊണ്ട് കർമ്മത്തെ വിധാനം ചെയ്തിരിക്കുകയാണ് ശാസ്ത്രം, വേദം. അതുകൊണ്ട് കർമ്മകാണ്ഡം പ്രമാണമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ പറ, കർമ്മകാണ്ഡമാണോ പ്രമാണം? കർമ്മകാണ്ഡം പ്രമാണമാണെങ്കിൽ എന്താണ് പ്രസംഗം? അനേക ജീവന്മാരുണ്ട്. അപ്പൊ കർമ്മകാണ്ഡം പ്രമാണമായതുകൊണ്ട് അനേക ജീവന്മാർ വാസ്തവമായിട്ടുണ്ടോ? അഥവാ അനേക ജീവന്മാരില്ലാത്തതിനാൽ ഏക ജീവനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കർമ്മകാണ്ഡ അപ്രാമാണ്യമായി പോകുമോ? രണ്ട് ഭാഗത്തും പ്രശ്നമുണ്ട്. കർമ്മകാണ്ഡം അപ്രാമാണ്യമായി പോകുമോ? അല്ല ജീവന്മാർ അനേകം ഉണ്ടോ? ജീവന്മാർ അനേകം ഇല്ല. ജീവന്മാർ അനേകം ഇല്ല, കർമ്മകാണ്ഡം അപ്രാമാണ്യമായി പോകൂലേ? പോവും. മൂലപാഠം ഭാഷ്യത്തിൽ എന്താ പറഞ്ഞത്? കർമ്മകാണ്ഡം അപ്രമാണമല്ല. എന്തുകൊണ്ടാ? അനേക ജീവന്മാർ ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞു. അനേക ജീവന്മാരുള്ളത് എങ്ങനെ സിദ്ധിച്ചത്? കർത്തൃത്വ ഭോക്തൃത്വാദികൾ സിദ്ധിക്കുന്നത് കൊണ്ട് അനേക ജീവന്മാർ സിദ്ധിക്കുന്നുണ്ട്. ആ അനേക ജീവന്മാർ ഉള്ളത് കൊണ്ടാണ് കർമ്മകാണ്ഡം പ്രമാണമാവുന്നത്. അതാണോ ശരി? അല്ല ഏകമേവ അദ്വിതീയം ബ്രഹ്മമാണോ ശരി? ഏകമേവ അദ്വിതീയം ബ്രഹ്മം ശരിയാണെങ്കിൽ കർമ്മകാണ്ഡം അപ്രമാണമായി. കർമ്മകാണ്ഡം പ്രമാണമാണെങ്കിൽ ഏകമേവ അദ്വിതീയ ബ്രഹ്മ അപ്രമാണമായി പോകും. ഇനി എന്ത് ചെയ്യും? ഉഭയത്ര പാശാരജ്ജു എന്ന് പറയും. രണ്ട് വശത്തേക്കും കെട്ടിയിരിക്കുന്ന കയറാണ്. ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, അങ്ങോട്ടും പോകാൻ പറ്റില്ല. അനേക ജീവന്മാരില്ലാത്തതുകൊണ്ട് കർമ്മകാണ്ഡം അപ്രമാണമായി പോകും. അതാണ് ഇതുവരെ പറഞ്ഞത്. ഏകമേവ അദ്വിതീയം ബ്രഹ്മ ജ്ഞാനിയെ സംബന്ധിച്ചല്ലേ? ജ്ഞാനിയെ സംബന്ധിച്ചാണ് അല്ലേ? ആ, അപ്പോഴോ ബാക്കി കർമ്മികൾക്കെല്ലാം കുറെയൊക്കെ ശരിയാണ്. ഏകമേവ അദ്വിതീയ ബ്രഹ്മ എന്നുള്ളത് ജ്ഞാനിക്ക് മാത്രമല്ല. ജ്ഞാനിക്ക് മാത്രം ഏകനായിരിക്കുന്ന അദ്വിതീയ ബ്രഹ്മം, അജ്ഞാനിക്ക് രണ്ടു ബ്രഹ്മമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എങ്ങനെ ഉത്തരം കൊടുക്കണം? പാരമാർത്ഥികമായിട്ട് ഏകനായിരിക്കുന്ന ആത്മാവാണ്. ആവിദ്യകമായിട്ട് അനേകാത്മാക്കളുണ്ട്. ആവിദ്യകമായിരിക്കുന്ന അനേകാത്മാക്കളിലാണ് കർത്തൃത്വ ഭോക്തൃത്വം കൊടുക്കുന്നത്. ആ കർത്തൃത്വ ഭോക്തൃത്വം സ്വീകരിച്ചിട്ട് ആവിദ്യകമായിരിക്കുന്ന കർത്തൃത്വ ഭോക്തൃത്വം സ്വീകരിച്ചിട്ട് കർമ്മം വിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പാരമാർത്ഥികമായിട്ടാണെങ്കിൽ അത് ജ്ഞാനിക്ക് അജ്ഞാനിക്കുന്നൊന്നുമില്ല. പാരമാർത്ഥികമായിട്ടാണെങ്കിൽ കേവലമായിരിക്കുന്ന ഒരു ആത്മാവേ ഉള്ളൂ. അതുകൊണ്ട് ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ കർമ്മകാണ്ഡം അപ്രമാണമാണ്. അത്രയും ദൂരത്തേക്ക് വരണം. മനസ്സിലായോ? ഇനി നമുക്കിവിടെ എന്താ പറയുന്നത്? ഔപനിഷദ് യാഥാത്മ്യ വിജ്ഞാനവതഃ. ഉപനിഷദ ഇതം ഔപനിഷദം. അതായത് ചോദിക്കുന്നുണ്ട്, തം ഔപനിഷദം പുരുഷം പൃച്ഛാമി. എവിടെയാ? കേരളത്തിലെ മറ്റോ തോന്നുന്നു. തം ഔപനിഷദം പുരുഷം, ഉപനിഷത്തിൽ പ്രതിപാദനായിരിക്കുന്ന പുരുഷനെയാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഉപനിഷത്തിലല്ലാതെ വേറെ എവിടെയും നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനായിരിക്കുന്ന പരമാത്മാവിനെ നിരൂപണം ചെയ്തിട്ടില്ല. അതേപോലെ ഗുരു സന്നിധിയിൽ പോയി കഴിഞ്ഞാലും പറയണത് ഔപനിഷദം ഭോ ബ്രൂഹി. ഉപനിഷത്ത് സ്വരൂപനായിരിക്കുന്നത്, അതായത് ഉപനിഷത്ത് മാത്രമാണ് പ്രമാണം. അതിൽ മാത്രമേ കേവലനായിരിക്കുന്ന പരമാത്മാവിനെ നിരൂപണം ചെയ്തിട്ടുള്ളൂ.
ആ ഔപനിഷിതമായിരിക്കുന്ന ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനം ഉള്ളവന്, ഔപനിഷത് ആര്? ഉപനിഷദം ഔപനിഷിതം ആത്മാ, ഔപനിഷത് ആത്മാ. ഔപനിഷിതമായിരിക്കുന്ന ആത്മാവിന്റെ യാഥാത്മ്യം എന്ന് പറയുന്ന യഥാർത്ഥ സ്വരൂപം, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനാണ് ഈ ആത്മാ എന്ന് വിജ്ഞാനം ഉള്ളവന്, വിജ്ഞാനവതഃ, വിജ്ഞാനവാൻ, അതിന്റെ ഷഷ്ട്യന്തമാണ് വിജ്ഞാനവതഃ, വിജ്ഞാനമുള്ളവന് ഇഷ്യതേ ഏവ കർമ്മകാണ്ഡ അപ്രാമാണ്യം. ഒക്കെ ഒന്നിച്ചങ്ങ് എഴുതിയാൽ മതി. കർമ്മകാണ്ഡ പ്രാമാണ്യം എന്നല്ല, കർമ്മകാണ്ഡ അപ്രാമാണ്യം. വിജ്ഞാനിയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാല് അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി നേടിയ ആളെ സംബന്ധിച്ച് ഈ കർമ്മകാണ്ഡത്തിൽ പ്രാമാണ്യം ഇല്ല. എന്തുകൊണ്ടാ? അജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ. അന്നപ്പോൾ കർമ്മകാണ്ഡം പ്രാമാണ്യമായി മാറുന്നത് ആർക്കാ? അജ്ഞാനിക്ക് മാത്രമാണ്. യഥാ ദൃഷ്ടാന്തം പറയാനേ, ന ഹിസ സർവഭൂതാനി ഇതി നിഷേധ ശാസ്ത്രാർത്ഥ നിശ്ചയവതഃ ഇഷ്യതേ ഏവ ശേനാദിവിധി അപ്രാമാണ്യം. ശേനേന അഭിചരൻ യജേത. അഭിചരൻ എന്ന് പറഞ്ഞാൽ ശത്രുമരണം കാമയൻ, ശത്രുവിന്റെ മരണത്തെ ഇച്ഛിച്ചും കൊണ്ട് ശേനത്താൽ യാഗം നടത്തുക. യാഗത്തിന്റെ പേരാണ് ശേനയാഗം. പരുന്ത് പോലെ റാഞ്ചിക്കൊണ്ടുപോകും ശത്രു. അതായത് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവനെ അടിക്കാനും കൊല്ലാനൊന്നും പോകണ്ട. എന്ത് ചെയ്താൽ മതി? ശേനയാഗം നടത്തിയാൽ മതി. നിങ്ങൾക്ക് വിധിയുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല, എനിക്ക് കഥ പറയാൻ അറിയത്തുള്ളൂ. തെരഞ്ഞു പോകുന്നു വേണ്ട. ഇനിയിപ്പോൾ ആൾക്കാരായിട്ട് തല്ലുകൂടുന്നേരം ആരെങ്കിലും ശേനയാഗം നടത്തി തരുമോ? ഇതിന്റെ വലിയൊരു ഭാഗം തന്നെ പൂർവ്വമീമാംസയിൽ വരും. അതായത് ദേഷ്യം വരുമ്പോൾ തല്ലാനിറങ്ങുന്നവനോട് പറയുന്നതാണ്, ഇതിനായിട്ട് പോകണ്ട, ഇതിന് യാഗമുണ്ട്, ശേനയാഗം എന്ന് പറയും. അപ്പോൾ ശേനയാഗം നടത്തി കഴിഞ്ഞാല് ശത്രുവിന് മരണം ഉണ്ടാവും. ഇത് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ ഈ കർമ്മകാണ്ഡ ഭാഗത്ത് കാര്യം പറയുന്നുണ്ട്, ഇങ്ങനെ ശത്രുവിനെ കൊന്നവൻ നരകത്തിൽ പോണം എന്നില്ല. ശേനയാഗം നടത്തി കഴിഞ്ഞാൽ എന്തുണ്ട് തൊന്തരവ്? ചെയ്ത ആള് നരകത്തിൽ പോണം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ കർമ്മം പാതിയിൽ വെച്ചങ്ങ് നിർത്തും. ഒരു കർമ്മം പാതിയിൽ വെച്ച് നിർത്തി കഴിഞ്ഞാൽ അതിന് ഫലമില്ല. അപ്പോൾ ആദ്യത്തെ അങ്ങയുടെ വെറുപ്പ് അസ്തമിക്കുകയും ചെയ്യും, ഒരു കൊലപാതകത്തിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടുകയും ചെയ്യാം, ഈ കർമ്മം ചെയ്യാതിരിക്കുകയും ചെയ്യാം. ഇത്രയും കാര്യം ആലോചിച്ചിട്ടാണ് ശേനയാഗം വിധാനം നടത്തിയത് എന്നൊക്കെ നമ്മൾ വലിയ വായിൽ പറയുമെങ്കിൽ പോലും, ഇതെന്താണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇത്രയും മനോഹരമായിട്ട് സംസാരിക്കുന്നവരെ വിചാരിക്കും, ഓ എന്തൊരു നിഷ്കളങ്കന്മാർ. എന്നാൽ അങ്ങനെയല്ല. ഈ യാഗം ചെയ്തിട്ട് ശത്രു മരിച്ചാൽ ആ മരണത്തിൽ നിന്നുള്ള പാപം മാറാൻ വേണ്ടിയിട്ട് പ്രായശ്ചിത്തം പിന്നെ എന്തിനു കൊടുത്ത് തിരിച്ചതാ നിങ്ങൾ? മനസ്സിലായോ? അതുകൊണ്ട് വലിയ വർത്താനൊന്നും പറയണ്ട. ഇവിടെ ശത്രുവിനെ കൊല്ലാൻ പറ്റും, കൊന്നാൽ അതിന്റെ പാപം അതിനെ പ്രായശ്ചിത്തം ചെയ്യാനും വിധിയുണ്ട്. അജാതി മക്കളാണ്. നമുക്കിവിടെ നോക്കാം. യഥാ ന ഹിംസ്യ സർവഭൂതാനി ഇതി. ഇത് സാമാന്യ വിധിയാണ്. ചില സ്ഥലത്ത് മാ ഹിംസ്യ സർവഭൂതാനി എന്നും കാണാം. ഇതിന്റെ അർത്ഥം സർവഭൂതാനി, മാ ഹിംസ്യ സർവഭൂതാനി. സർവഭൂതാനി എന്ന് പറയുന്ന അർത്ഥം സകല ഭൂതങ്ങൾ എന്നാ. സകല ഭൂതങ്ങളും കൊല്ലപ്പെടരുത്. ഇതിനെ നല്ല മലയാളത്തിൽ ആക്കിയാൽ എന്താക്കാൻ പറ്റും? ഒരു ഭൂതത്തിനെയും കൊല്ലാൻ പാടില്ല. ഒരു ഭൂതവും കൊല്ലപ്പെടരുത്. ടീക്കേ, ഇത് ചില ഭാഷാ പ്രയോഗമാണ്. സർവന്ന സംഭവന്തി എന്നൊക്കെയാണ് സംസ്കൃതത്തിൽ പറയാം. എന്ന് പറഞ്ഞാല് ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള അർത്ഥം കിട്ടുന്ന രീതിയില്ലേ. മലയാളത്തിൽ ഇങ്ങനെ വരാറില്ല. ഇംഗ്ലീഷിൽ വരുന്നുണ്ട്. നമ്മൾ പ്രയോഗിക്കുന്ന എറ്റ് എനി കോസ്റ്റ് എന്നുള്ള തെറ്റല്ലേ, എറ്റ് ഓൾ കോസ്റ്റ് എന്നല്ലേ ശരി. ഈ ഒരു ശൈലിയിലാണ് ഇവിടെയും വന്നിരിക്കുന്നത്. യഥാ ന ഹിംസ്യ സർവഭൂതാനീതി നിഷേധ ശാസ്ത്രാർത്ഥ നിശ്ചയവതഃ. ഈ നിഷേധശാസ്ത്രമാണ് ഒരു ഭൂതത്തെയും കൊല്ലാൻ പാടില്ല എന്നുള്ളത്. ഈ ശാസ്ത്രാർത്ഥം നിശ്ചയം ഉള്ളവനെ സംബന്ധിച്ച് ശേനാധിവിധി അപ്രാമാണ്യമിഷ്യത. ശേനാധിവിധിയിൽ പ്രാമാണ്യം ഇല്ല എന്നുള്ളത് ഇഷ്ടമാണ്. ശേനാധിവിധിയിൽ പ്രാമാണ്യം ഉണ്ട്. പക്ഷെ അവന് മറ്റൊരു കാര്യം കൂടി അറിയായിരുന്നു, ഒരു ഭൂതത്തെയും കൊല്ലാൻ പാടില്ല. കാരണം ഭൂതഹിംസ പാപജനകമാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഭൂതത്തെ കൊന്നാലും പാപമുണ്ട്. ഇവിടെ മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ശേനയാഗം നടത്താൻ പോവുക? അപ്പോൾ ശേനയാ വിധി ഉണ്ടെങ്കിൽ പോലും ഒരു ഭൂതത്തെയും കൊല്ലരുത് എന്നുള്ള സാമാന്യ ശാസ്ത്രം അറിയുന്നവനെ സംബന്ധിച്ച്
ശേനാധിവിധി അപ്രാമാണ്യമായി മാറുന്നുണ്ട്. അതേപോലെ കേവല ബ്രഹ്മത്തിന്റെ ജ്ഞാനമുള്ള ജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മകാണ്ഡം, അതായത് ഭേദദൃഷ്ടിയെ അവലംബിച്ചിട്ടുള്ള കർമ്മകാണ്ഡം ഐക്യദൃഷ്ടിയുള്ള ജ്ഞാനിയെ സംബന്ധിച്ച് അപ്രാമാണ്യമാണ്. ഓക്കെ. യഥാച തീവ്ര ക്രോധാക്രാന്ത സ്വാന്തം പ്രത്യേവ, സ്വാന്തം എന്ന് പറയാൻ അന്ധക്കരണം എന്നാണ്. തീവ്രമായിരിക്കുന്ന ക്രോധത്താൽ ആക്രാന്തമായിരിക്കുന്ന അന്ധക്കരണത്തോട് കൂടിയവനെ സംബന്ധിച്ച് ശേനാധിവിധി പ്രാമാണ്യമാണ്. കാരണം അവന് അത്രയും ദേഷ്യമുണ്ട്, അവ കർമ്മം ചെയ്യുകയും ചെയ്യും, ആളെ കൊല്ലുകയും ചെയ്യും. ഇപ്പൊ ഉണ്ടല്ലോ തന്ത്രം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ തന്ത്രമുണ്ട്, എസ്പെഷ്യലി കേരളക്കാരുടെ കയ്യിൽ. ഇട്ട കോഴിയെ പറപ്പിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ. ചിലർക്ക് നല്ല തന്ത്രം അറിയാം, ചിലർക്ക് തന്ത്രവും അറിയാം. ഇതൊക്കെ എന്തോ വലിയ കാര്യമാണ് കേട്ടോ. പണ്ട് നമ്മളൊരു സുഹൃത്ത് പറയാണ്, ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റിയാലും വഴിയിൽ മരിക്കത്തില്ല, വീട്ടിലെത്തും. എടാ, വേറെ ഒരുത്തൻ വെട്ടിപ്പൊളന്നിട്ടിട്ട് വീട്ടിലെത്തുന്നവരെ എത്ര ദുഃഖിച്ചിരിക്കണം, അതിൽ നല്ല അവിടെ കിടന്ന് ചത്തൂടായിരുന്നു. ഇതൊക്കെ എന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന തന്ത്രികളും ഉണ്ട്. പിന്നെ അതുമല്ല, തന്ത്രത്തിന്റെ പ്രശ്നം, ഈ മോശം തന്ത്രം ചെയ്യുന്ന ആൾക്കാരെ പരസ്പര വാശിയുള്ള ആൾക്കാരാ. ഒരുത്തൻ ഒന്ന് ചെയ്താൽ വേറൊരുത്തൻ വേറെ എന്ന് വെച്ച് ചെയ്യും. അവൻ അതിനേക്കാട്ടും വലിയ വില്ലൻ ഗുരുവിനെ തേടിപ്പോയിട്ട് തൊന്തരവ് മാത്രം പഠിക്കുന്ന ആൾക്കാരാണ്. ഇതിന്റെ ഇടയിൽ പാവങ്ങൾ ചെറിയ തന്ത്രമായിട്ട് നടക്കും. രസാട്ടോ തന്ത്രം പഠിക്കുന്ന ആൾക്കാരുടെ അടുത്ത് കേൾക്കാൻ. യഥാച തീവ്ര ക്രോധ ആക്രാന്ത സ്വാന്തം പ്രത്യേവ, തീവ്ര ക്രോധത്താൽ ആക്രാന്തമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ക്രോധയുക്തമായിരിക്കുന്ന എന്നാണ്. ആ ക്രോധയുക്തമായിരിക്കുന്ന അന്ധക്കരണം ഉള്ളവനെ സംബന്ധിച്ച് ശേനാധിപതി പ്രാമാണ്യം ശരിയാണ്, അവൻ കർമ്മം ചെയ്യും, അവനെ സംബന്ധിച്ച് പ്രാമാണ്യമുണ്ട്. തഥാ അതേപോലെ മിഥ്യാത്മദർശനം പ്രത്യേവ. എത്ര വിധാത്മാക്കളുണ്ട്? വിധം എന്നാക്കി നമുക്ക് മൂന്നെണ്ണാക്കാം. മുഖ്യമായിരിക്കുന്ന ആത്മാ നിത്യശുദ്ധൻ, ഗൗണാത്മാ ആണ് മമാത്മാ ഭദ്രസേന ഇത്യാദി. പിന്നെയാണ് മിഥ്യാത്മാ. മിഥ്യാത്മ എന്നുള്ളതാണ് ശരീരാദികളിലെ അഹംബുദ്ധി. അപ്പോൾ മിഥ്യ ആത്മദർശനം പ്രതി ടിപ്പണി 3 നോക്കിയേ. കർത്താദി ആത്മദർശനം എന്നാക്കി. മിഥ്യാത്മാ എന്നുള്ളത് കർത്തൃത്വം എവിടെയുള്ളത്? അന്ധകരണത്തിൽ. ആ അന്ധകരണമായിട്ട് താതാത്മ്യം വന്നിരിക്കുമ്പോഴാണ് നമ്മൾ അഹം കർത്ത എന്ന് അഭിമാനിക്കുന്നത്. ആ അഭിമാനം നടക്കുന്ന ഇടമാണ് മിഥ്യാത്മദർശനം. മിഥ്യാസ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ അറിയാണത്. അഹം എന്നുള്ള ബോധവും മിഥ്യാത്മാ തന്നെയാണ്. ഞാൻ എന്നുള്ള ബോധം മിഥ്യാത്മാവാണ്. ഇവിടെ പ്രകാശിക്കുന്ന സാക്ഷിയാണ്. സാക്ഷി മിഥ്യയാണ്. സാക്ഷി ഒറിജിനൽ അല്ല. സാക്ഷിയിൽ അവിദ്യ ഇരിക്കും. ആ അവിദ്യയെ മാറ്റിയിട്ടാണ് അവനെ കാണേണ്ടത്. അതുകൊണ്ടാണ് സാക്ഷിജ്ഞാനത്താൽ പോലും അവിദ്യ നഷ്ടപ്പെടത്തില്ലെന്ന് പറയുന്നത്. അപ്പൊ മിഥ്യാത്മദർശനം പ്രത്യേവ, അഹം കർത്ത ഭോക്ത എന്ന് മാനിക്കുന്നവനെ സംബന്ധിച്ച് മാത്രമാണ് കർമ്മവിധി പ്രാമാണ്യം ഇത്യർത്ഥ. നമ്മൾ മൂലപാഠത്തിൽ കർമ്മവിധി പ്രാമാണ്യനെ പറഞ്ഞിട്ടുള്ളൂ. ശരിക്ക് ആ കർമ്മവിധി പ്രാമാണ്യമാവുന്നത് ആർക്ക് മാത്രമാണ്? മിഥ്യാത്മദർശി എന്നാ പറഞ്ഞത്, മിഥ്യാത്വദർശി അല്ല. മിഥ്യ ആത്മാവിനെ അറിയുന്നവൻ, അഹം കർത്ത ഭോക്ത എന്ന് അഭിമാനിക്കുന്നവൻ എന്ന് ചുരുക്കി പറഞ്ഞു വന്നു. നിങ്ങൾ ഇവിടെ കേൾക്കുന്ന ഓരോ പങ്ക്തിയും പദവും ശരിക്കും ബന്ധനം ചെയ്യണം. അഹം എന്നുള്ള ബോധം പോലും മിഥ്യാത്മദർശനമാകുന്നു. ദർശനം എന്ന് പറയുന്ന ബോധം. അഹം എന്നുള്ള ബോധം പോലും മിഥ്യാത്മാവിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ എത്തിക്കണം? കേവലാത്മാവിൽ എത്തിക്കണം. അതെങ്ങനെയേ പറ്റത്തുള്ളൂ? ഈ ശ്രുതി കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ശ്രുതി കേട്ട് കഴിഞ്ഞാൽ വരുമോ? വരും. എന്നിട്ടെന്താ വരാത്തെ? അതാണ് പ്രശ്നം. അന്ധകരണത്തിന് ശുദ്ധിയില്ലെങ്കിൽ വരത്തില്ല. ഇതെങ്ങനെ ശുദ്ധമാവും? നിരന്തരമായിരിക്കുന്ന ശ്രവണമരണ നിധിധ്യാസനത്തിലൂടെ ശുദ്ധമാവും. എന്നിട്ടോ പണ്ട് കേട്ട അതേ ശബ്ദം തന്നെ സ്ഫുടമായിരിക്കുന്ന ബ്രഹ്മാകാര വൃത്തി ജനിപ്പിച്ചു കൊടുക്കും. അത്ര ജൈമിനി പ്രഭൃതീനാം സമ്മതിമാഹ. ഇത്രയും പറഞ്ഞ കാര്യത്തില്, അതായത് അജ്ഞാനിക്കാണ് കർമ്മം എന്നുള്ളതില് ജൈമിനി പ്രഭൃതി. ആരാ ജൈമിനി? ജൈമുനിയാണോ ജൈമിനിയാണോ? പൂർവമീമാംസ ആചാര്യൻ. പൂർവമീമാംസയുടെ ആചാര്യനാണ്. ഓരോരോ ശാസ്ത്രത്തിന്റെ ആചാര്യൻ ആരാ പറ? ആരെയാണ് ശാസ്ത്രത്തിന്റെ ആചാര്യൻ എന്ന് പറയുന്നത്? അതായത് ഇവിടെ വേണ്ടത് ആരാണോ ആ ദർശനത്തിന്റെ സൂത്രകാരൻ, അങ്ങേരാണ് അതിന്റെ ആചാര്യൻ. നമ്മൾ ശങ്കരാചാര്യൻ എന്ന് പറയുന്നെങ്കിലും
വേദാന്ത ശാസ്ത്രത്തിന്റെ ആചാര്യൻ ശരിക്കാരാ? വേദവ്യാസം. ബ്രഹ്മസൂത്രമാണ് വേദാന്ത സൂത്രം. ബ്രഹ്മസൂത്രമാണ് വേദാന്ത സൂത്രം. ഈ സൂത്രം, ഭാഷ്യം, പിന്നെ സ്മൃതി, സൂത്രം, മന്ത്രം, സ്മൃതി, 3 എണ്ണം. സൂത്രങ്ങളിലൂടെയാണ് ഈ വേദാന്തത്തിന്റെ അവസാന ഘട്ടം പറഞ്ഞു നിർത്തുക. നിങ്ങളുടെ ശ്രുതിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ സൂത്രങ്ങളും ഇരിക്കുന്നത്. ജന്മാദ്യസ്യ യതഃ എന്ന് പറയുമ്പോൾ ജന്മത്തെക്കുറിച്ച് പറഞ്ഞ ശ്രുതികളെ വെച്ചിട്ടാണ് നിശ്ചയം നടത്തുന്നത്. അപ്പോൾ എല്ലാ സൂത്രങ്ങൾക്കും ശ്രുതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രുതിയുടെ അവസാന നിശ്ചയ സ്ഥലമാണ് സൂത്രം. അപ്പൊ സൂത്രകാരനാണ് ഒരു ശാസ്ത്രശാഖയുടെ ആചാര്യൻ. അപ്പോൾ പൂർവമീമാംസയുടെ ആചാര്യനാണ് ജൈമിനി. ജൈമിനിയുടെ ഗുരുവിന്റെ പേരെന്താ? വേദവ്യാസം. വേദവ്യാസൻ. വേദവ്യാസന്റെ ശിഷ്യനാണ്. ഓക്കെ. അപ്പൊ ശിഷ്യൻ ദ്വൈതിയും ഗുരു അദ്വൈതിയും എന്നാണോ പറയേണ്ടത്? അങ്ങനെ പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവർക്കൊന്നും കാര്യം അറിയാതെ അല്ലല്ലോ. ഓരോ ശാസ്ത്രശാഖയും വേണം എന്നുള്ളത് കൊണ്ട് തത്തത് ദൃഷ്ടിയിൽ എഴുതി. കാരണം നിങ്ങളുടെ ഭാമതികാരൻ 6 ശാസ്ത്രങ്ങൾക്കും ഗ്രന്ഥം എഴുതുന്നുണ്ട്. ടീക്കാകാരൻ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ മറ്റു ശാസ്ത്രങ്ങൾക്കും ടീക്ക എഴുതുന്നേരം അതാണ് അങ്ങയുടെ അഭിപ്രായം മുഖ്യം അല്ല, പക്ഷെ എഴുതുന്നു മാത്രം. അത്ര ജൈമിനി പ്രഭൃതീനാം സമ്മതിമാഹ. ഈ കാര്യത്തിൽ ജൈമിനി മുതലായ ആചാര്യന്മാരുടെ അഭിപ്രായം പറയാണ്. നിങ്ങൾ 5-ാമത്തെ പേജിൽ 3-ാമത്തെ പങ്ക്തി കണ്ടോ? യോഹി കർമ്മഫലേന അർത്ഥി ദൃഷ്ടേന ബ്രഹ്മവർത്തസാദിന അദൃഷ്ടേന സ്വർഗാദിന ച ദ്വിജാതിരഹം ന കാണകുബ്ജത്വാദി അനധികാര പ്രയോജക ധർമ്മവാൻ ഇത്തി ആത്മാനം മന്യതേ യോ മന്യതേ ആത്മാനം എന്ന് അന്വേഷിച്ചു. ആരാണോ തന്നെത്താൻ ഇങ്ങനെ മാനിക്കുന്നത്? എങ്ങനെ മാനിക്കുന്നത്? യോ ഹി ആരാണോ കർമ്മഫലേന അർത്ഥി, കർമ്മണ ഫലം കർമ്മഫലം തേന അർത്ഥി എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ ഫലത്തെ ആരാണോ ഇച്ഛിക്കുന്നത്. കർമ്മത്തിന്റെ ഫലം എങ്ങനെയാവാം? ചില ഫലങ്ങൾ ദൃഷ്ടഫലങ്ങളാവാം, ചില ഫലങ്ങൾ അദൃഷ്ടങ്ങളാവാം. അതായത് കാരീര യജേത വൃഷ്ടികാമഹ, വൃഷ്ടി മഴയെ ആഗ്രഹിക്കുന്നെങ്കിൽ കാരീര യാഗം നടത്തുക. എന്നിട്ട് അടുത്ത ജന്മത്തിൽ കിട്ടിയാൽ മതിയോ മഴ? പോരാ. പുത്രകാമ്യേഷ്ടേ യജേത പുത്രകാമഹ, പുത്രത്തിന് കാമനയുണ്ടെങ്കിൽ പുത്രകാമേഷ്ട യാഗം നടത്തുക. അടുത്ത ജന്മം കിട്ടിയാൽ മതിയോ? പോരാ. അപ്പോൾ ഇതിന്റെയൊക്കെ ഫലം എങ്ങനെയാ വരുന്നത്? ദൃഷ്ടഫലമായിട്ടാണ്. പക്ഷേ പുത്രകാമേഷ്ടി യാഗ പ്രസംഗം സംസാരിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രസംഗമുണ്ട്. പുത്രകാമേഷ്ടി യാഗം നടത്തി, പുത്രം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെയും ചെയ്തു, പിന്നെയും കിട്ടിയില്ല എന്ത് ചെയ്യും? ആരും തല്ലാൻ പറ്റൊന്നുമില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലാവും, യാഗം ചെയ്തതുകൊണ്ട് ഫലം നിശ്ചയമില്ല എന്ന്. അതായത് വിരുദ്ധനായിരിക്കുന്ന പ്രാരബ്ധം പ്രബലനാണെങ്കിൽ നിങ്ങൾക്ക് ഫലം കിട്ടാൻ പോകുന്നില്ല എന്നർത്ഥം. ഓക്കെ. പിന്നെയോ അടുത്ത ഏതെങ്കിലും ജന്മത്തെ കിട്ടും, അത്രയേ ഉള്ളൂ. എന്നാലും നമ്മൾ രണ്ടാക്കി തിരിക്കാറുണ്ട്. ചില കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ കിട്ടുന്നവയും ചില കർമ്മങ്ങളുടെ ഫലം അടുത്ത ജന്മം കിട്ടുന്നവയായിരിക്കും. ഓക്കെ. ഇനി വേദാന്തത്തിൽ തന്നെ ഈ പ്രതിഷ്ഠകളെ നമ്മൾ എന്തായിട്ട് മാനിക്കുന്നത്? ഉപാധിയായിട്ടാണ്. ഇതെന്തിനാ? പ്രതീക ഉപാസന സ്ഥലത്ത് പ്രതീകം ഗൗണമാണ്. ഉപാസനയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഏതിനെ വെച്ചിരിക്കുന്നത്? ശാലഗ്രാമ ശില. യഥാ ശാലഗ്രാമ ശിലായാം വിഷ്ണുബുദ്ധി എന്ന് ഭാഷ്യകാരൻ എടുത്ത് പറയും. നിങ്ങൾക്ക് ബ്രഹ്മസൂത്രം വരട്ടെ, അവിടെ കാണാം. ठीक है. അപ്പൊ ശാലഗ്രാമശിലയിലെ വിഷ്ണുബുദ്ധിയും നർമ്മദാശിലയിലെ ശിവബുദ്ധിയും ഇത് എന്തിനു വേണ്ടിയാ? ആ കല്ല് ശിവനാണെന്നോ ആ കല്ല് വിഷ്ണു ആണെന്നോ കരുതാൻ വേണ്ടിയാണോ? അല്ല. കല്ലിന്ന് പക്ഷെ എന്തുകൊണ്ടാ? കല്ലാണ് എന്ന് നമ്മൾക്ക് നന്നായിട്ട് അറിയാം. അത് എന്നിട്ട് നമ്മൾ അവിടെ വിഷ്ണുബുദ്ധിയോ ശിവബുദ്ധിയോ നടത്തുകയാണ്. ഇത്രയേ നമ്മുടെ വേദാന്തത്തിലുള്ളൂ. വിഗ്രഹത്തെ കൊണ്ടുവന്നിട്ട് അത് ഉപാധിയാണെന്നും അവിടെ വിഷ്ണുബുദ്ധിയാണെന്നും നമ്മൾ അംഗീകരിക്കും. ഈ വിഗ്രഹത്തെ എടുത്തിട്ട് ഇതാണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിന് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ട് നിങ്ങൾ പരമാത്മാവാണെന്നുള്ള രീതിയിൽ എന്ത് വേണേൽ ചെയ്തോ, ഫലം കിട്ടും. പക്ഷെ അവിടെ ധനഞ്ജയൻ ഇരിക്കുന്നുവെന്നോ, ധനഞ്ജയൻ പ്രാണനാണ്, പ്രാണൻ ജഡമാണ്, ജഡത്തിന് ആർക്കും ഫലം കൊടുക്കാൻ പറ്റത്തില്ല.
ചേതനന്റെ കർത്തവ്യമാണ് ഫലം കൊടുക്കുക, ചേതനാണ് ഫലം കൊടുക്കുക എന്നുള്ള കഴിവുള്ളത്. അപ്പൊ ജഡമായിരിക്കുന്ന പ്രാണൻ എങ്ങനെ ഫലം കൊടുക്കുക? പലപ്പോഴും പലരും കരുതിയത് പ്രാണൻ പരമാത്മാവെന്നാണ്. അല്ല, പ്രാണൻ ജന്യമാണ്, പ്രാണൻ ജഡമാണ്, ലിംഗശരീരത്തിന്റെ ഭാഗമാണ്. ലിംഗശരീരം എല്ലാം ജഡമാണ്. അതിൽ യോഗ്യതയുണ്ട് അന്ധകരണത്തിന് ചേതനെ പ്രതിബിംബിക്കാൻ. ഇപ്പോൾ കണ്ണാടിക്ക് യോഗ്യതയുണ്ട് നമ്മുടെ മുഖത്തെ പ്രതിബിംബിക്കാൻ. പക്ഷെ കല്ലിന്, റഫായിരിക്കുന്ന കല്ലിന് അങ്ങനെയില്ല. പക്ഷെ അതിനെ മിനുസപ്പെടുത്തിയാൽ അതിലും കിട്ടും. അപ്പൊ യോഗ്യതയ്ക്ക് അനുസരിച്ചാണ് പ്രതിബിംബം നേരിടുന്നത്. അപ്പൊ അന്ധകരണത്തിന് യോഗ്യതയുള്ളത് കൊണ്ട് ചേതനവും അന്ധകരണവും തമ്മിൽ താതാത്മ്യം പ്രാപിക്കുന്നു എന്നൊരു കഥ. അതെന്തുകൊണ്ടാണ് കഥ എന്ന് പറയുന്നത്? ഈ പ്രസംഗം നിങ്ങൾക്ക് ബ്രഹ്മസൂത്രം തുടങ്ങുന്ന നേരം ഈ പ്രസംഗം തുടങ്ങുക അവിടെ എന്ന് പറഞ്ഞാല് ലോവർ ലെവലിലല്ല, ഒറ്റയടിക്ക് അധ്യാസം തുടങ്ങും അവിടെ. നമ്മൾ വേറെ എവിടെയും കേൾക്കാത്ത ഒരു ലോകത്തെ അവിടെ അവതരിപ്പിക്കും. അവിടെ പിടികിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ അധ്യാസത്തെക്കുറിച്ച് ആദ്യമേ പറഞ്ഞു തുടങ്ങുന്നത്. ഏത് ദേവത ആണെങ്കിൽ പോലും, ഹിരണ്യഗർഭൻ വരെ, എന്തിന് ഈശ്വരൻ വരെ മിഥ്യയാണെങ്കിൽ പിന്നെ ഏത് ദേവതയെ നമ്മളെ സംബന്ധിച്ച് പാരമാർത്ഥികം? പക്ഷേ ദേവതയിൽ നിന്ന് ഫലം കിട്ടൂലേ? തീർച്ചയായും കിട്ടും. അതെന്തുകൊണ്ടാ? ഫലവും കൽപ്പിതമാണ്, ദേവതയും കൽപ്പിതമാണ്, പ്രാർത്ഥിക്കുന്നവനും കൽപ്പിതമാണ്. ഈ കൽപ്പിതമായിരിക്കുന്ന ലോകത്ത് വ്യവസ്ഥ നടക്കുന്നുണ്ട്. ആരെ സംബന്ധിച്ച്? അജ്ഞാനിയെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ബൈൻഡഡ് ആയിട്ട് ഇരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, തസ്മാത് മുമുക്ഷു ദേവതാരാധനാപരോ ഭവേന്ന് ഭാഷ്യകാരൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് മുമുക്ഷു, മോക്ഷം ഇച്ഛിക്കുന്നവൻ ദേവത ആരാധന ചെയ്തിരിക്കണം. കാരണം ദേവതകൾ മനുഷ്യൻ ബ്രഹ്മജ്ഞാനി ആവുന്നതിൽ തീരെ ഇച്ഛയില്ലാത്തവരാകുന്നു. അതിന് പ്രതിബന്ധം സൃഷ്ടിക്കാൻ ദേവതകൾക്ക് പറ്റും. എല്ലായ്പ്പോഴും പറ്റൊന്നുമില്ല. മനുഷ്യൻ എപ്പോഴാണോ പ്രാരബ്ധവശാൽ മോശം അവസ്ഥയുള്ളത് ആ സമയത്ത് ഇവര് വഴിയിൽ വഴിയായിട്ടൊന്നും ഇരിക്കത്തില്ല, നമ്മുടെ തലയെ മാറ്റിവിടും. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കുറ്റം കണ്ടെത്തും. ഈ ശാസ്ത്രത്തിലും പഠിപ്പിക്കുന്നവരിലും എല്ലാറ്റിലും കുറ്റം കണ്ടെത്തിയിട്ട് പരിപാടി നിർത്തിപ്പോകും. അതോടുകൂടി ദേവത ജയിക്കും. ആ ജയം ഇല്ലാതിരിക്കണമെങ്കിൽ ദേവതയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. നിങ്ങൾ ദേവതയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. ദേവതയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദേവതാകാന്ഡം, കൊടുക്കൽ വാങ്ങൽ ചർച്ച നടക്കുന്ന സ്ഥലമാണിത്. ദേവതയ്ക്ക് വേണ്ടുള്ള ഭോഗം അർപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഈ ഭോഗം എന്ന് പറഞ്ഞാല് ഒന്ന് പറയാമോ സ്വാമിജി? ഭോഗം എന്നുള്ളത് നൈയായികന്മാർ പറയുന്നത് സുഖദുഃഖ അന്യതര സാക്ഷാത്കാര ഭോഗമാണ്. സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അനുഭവം എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ സുഖത്തിന്റെ ദുഃഖത്തിന്റെ അനുഭവത്തെ മാത്രമേ നൈയായികൻ ഭോഗമായിട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷെ യോഗസൂത്രത്തിലെ അത്യന്ത അസങ്കീർണയോ പ്രകൃതി പുരുഷയോ പ്രത്യാവിശേഷോ ഭോഗ സ്വാർത്ഥ സംയമാത് പുരുഷജ്ഞാനം എന്നൊരു സൂത്രമുണ്ട്. കുറെ 3 or 4 അധ്യായത്തിൽ വരും. അതായത് അത്യന്ത അസങ്കീർണയോ, സങ്കീർണം എന്ന് പറഞ്ഞാല് മേളനം ചെയ്തിരിക്കുന്നത്, അസങ്കീർണം എന്ന് പറഞ്ഞാല് മേളിക്കാത്ത. ചേതനും പ്രകൃതിയും തീർത്തും വിലക്ഷണ സ്വരൂപത്തോടു കൂടിയതാണ്. പക്ഷേ ഇവര് തമ്മിൽ പ്രത്യാവിശേഷം വന്നു കയറും. അതായത് ഒരു വിഷയത്തെ ഒരു കാണുന്ന സമയത്ത് അന്ധകരണത്തിലാണ് വിഷയാകാരത്തിൽ വൃത്തി ഉത്പന്നമാവുന്നത്. ഈ അന്ധകരണത്തിൽ തന്നെയാണ് ചേതനന്റെ പ്രതിബിംബവും നടന്നിരിക്കുന്നത്. അപ്പം ഒരേ അന്ധകരണത്തിൽ തന്നെ വൃത്തി രൂപത്തിൽ വിഷയവും ഇരിക്കുന്നു, ചേതനന്റെ സംബന്ധവും ഇരിക്കുന്നു. അന്നപ്പോൾ ഈ അന്ധകരണത്തിന്റെ സകല വൃത്തികളെയും ചേതനൻ ഏറ്റെടുത്തോണ്ടേയിരിക്കും. അത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ജ്ഞാനമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഘടാകാരത്തിലോ പടാകാരത്തിലോ ഏതാകാരത്തിൽ വൃത്തി വന്നാലും അതെല്ലാം പ്രതിബിംബിതനായിരിക്കുന്ന ചേതനം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇവന്റെ ഭോഗം. എല്ലാ അറിവുകളുമാണ് അവന്റെ ഭോഗം. സുഖം എന്നുള്ളത് പോലും സുഖാകാര വൃത്തിയെ ചേതനം പ്രകാശിപ്പിക്കുന്നതാണ്. സുഖത്തിന്റെ അറിവാണ് സുഖഭോഗം. നമ്മൾ മധുരത്തെ അറിയുന്നു, മധുരത്തിലെ ആനന്ദം എടുക്കുന്നു. ഇത് രണ്ടും ആകാരത്തിലെ വൃത്തി, ആ വൃത്തിയെ ചേതനം പ്രകാശിപ്പിക്കുകയാണ്. അതല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഇത് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ലോകം മനസ്സിലാവും. നമ്മൾ വിചാരിക്കുന്ന പലതും വാസ്തവത്തിലില്ല, വെറും സെൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെ. അതാണ് ഭോഗം. അതുകൊണ്ട് യുക്തിപരമായിട്ട് ഇത് ഞാൻ വെറും അന്ധകരണത്തിൽ ഏറ്റെടുക്കുക മാത്രമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൽ നിന്ന് മാറിയേക്കാൻ പറ്റും. പക്ഷെ വലിയ പാടാണ്. എന്തുകൊണ്ടാ? നമ്മൾ അങ്ങനെ ആലോചിക്കൂല. പ്രാക്ടിക്കലി അതാണ് പ്രശ്നം വരും കേട്ടോ. പക്ഷെ വേദാന്തത്തിന്റെ പ്രക്രിയ സൈഡ് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരം ചെയ്ത് തന്നെ മുന്നേറണം. അല്ലാതെ നമുക്ക് മുന്നേറാൻ വേറെ വഴികളൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാകുമ്പോ കർമ്മം നടക്കുമോ? ഒരു കർമ്മവും നടക്കില്ലല്ലോ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ. നമ്മൾക്ക് ഈ ശരീരത്തിൽ ഇപ്പോൾ ശരീരമല്ല ഞാനെന്ന് അറിവുണ്ടായിട്ട് പോലും എനിക്ക് ഈ കർമ്മത്തിൽ ഫലം കിട്ടണമെന്ന് ആലോചിക്കുന്നവരാ. എന്തുകൊണ്ടാ? താതാത്മ്യം അങ്ങനെയൊന്നും നഷ്ടപ്പെടുന്നില്ല.
കർമ്മകാണ്ഡത്തിന് ആൾക്കാരുള്ളൂ. ക്ഷേത്രത്തിലാണോ കൂടുതൽ ആൾക്കാർ? വേദാന്തം കേൾക്കാനാണോ കൂടുതൽ ആൾക്കാർ? ക്ഷേത്രത്തില് ആനെ കാണാൻ പോയതൊന്നല്ലല്ലോ. അപ്പൊ സാമാന്യ മനസ്സിൽ ഉള്ള എന്താണ് വികാരം എന്നുള്ള മനസ്സിലാക്കാമല്ലോ. ഫലം കാക്ഷിച്ചുകൊണ്ടാണ് എല്ലാ പ്രവൃത്തിയും. അതായത് ഇതെല്ലാം പഠിച്ചെടുത്ത് ആരാണോ സർവസംഘപരിത്യാഗിയായിട്ട് പോകുന്നത് അവന് മാത്രമേ ഈ ബോധം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. മറ്റാർക്കും ഇതുണ്ടാകത്തില്ല. പിന്നെ അടുത്ത ജന്മത്തിലേക്ക് ഉപകരിക്കുന്നു മാത്രം. ഇതൊന്നും ഇത്രയും ഈസി റൂട്ട് അല്ല. ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത് അനിരാകരണമസ്തു അനിരാകരണം മേ അസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാസ്തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ പുതുതായിട്ടൊരു 6ാമത്തെ സാമവേദത്തിലെ മന്ത്രമാണ് ആപ്യായന്തു മമ അംഗാനി. എന്റെ എല്ലാ അംഗങ്ങളെയും രക്ഷിക്കണേ, നല്ല നിലയ്ക്ക് വ്യവഹാരം ചെയ്യിക്കാൻ ഉതകണേ എന്നുള്ളതാണ്. അതായത് ഇന്ദ്രിയങ്ങൾക്ക് സാമർഥ്യമില്ല എങ്കിൽ വിഷയഗ്രഹണം, അതായത് ശബ്ദത്തിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടേ ചെവിട് എന്നുള്ള ശ്രോത്രേന്ദ്രിയം ശരിക്കും വ്യവഹരിക്കണ്ടേ. ഇതേപോലെ സകല ഇന്ദ്രിയങ്ങളും നന്നായിട്ട് വ്യവഹരിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.